ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ചെയ്യാൻ പോകുന്നത് GTA San Andreasലേക്ക് എങ്ങനെയാണ് ആനിമേറ്റർ ക്യാരക്ടറായ നറൂട്ടോനെ കൊണ്ടുവരാം എന്നതാണ്. ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 4 പവേഴ്സാണ്. അതിൽ 4ാമത്തെ പവറാണ് ഒരാൾക്ക് ഈ സസുക്ക് ഒരാളായിട്ട് മാറാൻ കഴിയുന്നതാണ്. അത് ഞാൻ ഇതിൽ ചെയ്യണില്ല, കാരണം ഒരുമാതിരി ക്യാരക്ടേഴ്സാണ് അതിൽ വരുന്നത്, മാറി വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. ബാക്കി 3 പവർ ഞാൻ കാണിച്ചു തരാം. മറ്റേ പവർ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇനി ഒരു പോയിൻ്റ് ഇട്ട സ്പോട്ടിലേക്ക് നമുക്ക് പോകണം. നല്ലൊരു സ്പോട്ടാണ്. അതായത് ആ സ്പോട്ടാണ് നമ്മളെ കടൻ്റെ അടുത്ത് വീസിൻ്റെ അടുത്തൊരു പേരല്ലേ, അതിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നത്. ആ സ്പോട്ടിൻ്റെ അടുത്ത് 4 കൂടിയ റോഡിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ മൂഡ് റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഗെയിം റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഏതെങ്കിലും മോഡ് നിങ്ങൾക്ക് ചേർന്ന് GTA San Andreasലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. എനിക്ക് കഴിയാവുന്ന മോഡാണ്, ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെ ആ സ്പോട്ടിലോട്ട് ഒന്ന് പോട്ടെ. നമ്മൾ ഇപ്പം ആ സ്പോട്ടിലെത്തും. ആകെപ്പാടെ കുടുങ്ങിയല്ലത്. പോയിക്കൂടെ അങ്ങോട്ട് ഒരു തുള്ളി കളിച്ചിന് വണ്ടിയാണ്. നേരെ കളിച്ചവന് തീരുമാനമായി. വണ്ടി ഏതാ തീരുമാനിക്കണം. ഗോലാകത്തായി പറഞ്ഞ വണ്ടി നമുക്ക് കിട്ടിയില്ല. വണ്ടി ആ സ്പോട്ടിൽ പത്തും നേരെ ചാടിയായിരുന്നു. പോയിക്കോട്ടെ, പോണ വൈക്ക് പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഫസ്റ്റത്തെ മോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പോലീസാർന്ന് കാണരുത്. ഇല്ല, നമുക്ക് ഫസ്റ്റത്തെ മോഡാണ്. ടാബ് 1 നിൽക്കി പിടിച്ച് നമുക്ക് ഫസ്റ്റത്തെ മോഡ് ആക്ടിവേറ്റ് ആവുന്നതാണ്. പോലീസ് ഇതേ പോകണം. പോലീസ് ഇപ്പോൾ വെറുതെ കാരണം പോകുന്നു. പോലീസ് കടന്ന് പോകണം. ഇതെന്ത് ചതിയുടെ അത് ചെയ്യുന്നത്. ഈ പോലീസുകാരൊക്കെ നമുക്ക് അടുത്ത മോഡാണ്. നമുക്ക് ടാബ് ബട്ടനും 2 നിൽക്കി പിടിച്ച് നമുക്ക് ഇതേപോലെ പൊട്ടി തെറിപ്പിച്ചാവുന്നതാണ്. പൊട്ടിക്കണം. ഒന്നുകൂടി പൊട്ടിക്കാം. ബ്ലോക്ക് ആയിക്കണല്ലോ. ഇതല്ല വണ്ടീന് തലക്കാരി പവർ ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ടച്ചായ വേണ്ടല്ലേ. ഇവിടെ കുത്താക്കണം. അപ്പം നല്ല തലക്കാരി ഒന്നായിട്ട് ബ്ലോക്കായാണ്. ഒന്നും കൂടി ജസ്റ്റ് ആ ഇപ്പോൾ ടാബും 2 നിൽക്കി പിടിച്ചാൽ കുറച്ച് ബാക്കൊന്നും ചെയ്തൊക്കെ വണ്ടി ഒന്നിപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് വണ്ടിക്കൊന്ന് കൊടുത്ത് വെച്ചാൽ കുറച്ചും കൂടി ബാക്കോട്ട് ചെയ്തോക്കാം. ഒന്ന് പൊട്ടിച്ചിട്ട് ഞാൻ പോലും മറ്റേ ഗെയിം ഇൻസ്റ്റാൾ ആക്കാൻ വീഡിയോ അല്ല ഗെയിം ഇൻസ്റ്റാൾ ആക്കാൻ പോകും. ഇപ്പോൾ ഓടോ പൊട്ട് ഇതെന്ത് തേപ്പ് പരിപാടിയുടെ അത് പൊട്ടെങ്ങനെ എങ്ങനെ ഇരിക്കുന്നു. സത്യം ചെയ്ത് നമുക്ക് തലക്കാരും ബാക്കി പവേഴ്സൊക്കെ പറഞ്ഞ് ചെയ്യാം. 2 പവറായില്ല, ഇനി 3ാമത്തെ പവർ കൂടി ഉണ്ട്. ഇന്നത്തെ വരാത്തുന്നത് ബന്നൂടെ ഇങ്ങനെ വന്ന് നിങ്ങൾക്കിത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നറൂട്ടോ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഞാൻ ഇവിടെ നറൂട്ടോ ഒന്ന് അടിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ട് ഇതിൽ നറൂട്ടോ ഉണ്ട്, സാസുക ഉണ്ട്, കക്കാശി ഉണ്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ പവേഴ്സൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ യൂസിങ് വീഡിയോസ് ഇവിടെ ഉണ്ട്. ഈ ടാബ് 3 ആണ് നമ്മൾ ചെയ്ത് നോക്കാത്. നമ്മൾ ചെയ്താൽ ആ ചുറ്റുപാടത്തുള്ള കാറും മനുഷ്യന്മാർക്ക് ചാവും. അത് നമ്മൾ ചെയ്താൽ ടാബ് 3 ഉണ്ടോ. നമുക്ക് ടാബ് 2 വെച്ചിട്ടില്ല, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് അവിടെ വണ്ടി നമുക്ക് തൽക്കാലത്ത് ഇവിടെ നിന്ന് നമുക്ക് ടാബ് 2 വർക്ക് ചെയ്യിപ്പിച്ചാൽ ടാബ് 2 കേട്ടോ പൊട്ടി പ്രശ്നം. അങ്ങനെയാണ് ടാബ് 2 വർക്ക് ചെയ്യണത്. നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് നേരെ ഇൻസ്റ്റാളിങ് പ്രോസസ്സിലോട്ട് എടുക്കാം. നമുക്ക് ഇൻസ്റ്റാളിംഗ് പ്രോസസ്സിങ്ങിനോട് കിടക്കാം. അതാണ് മറ്റേ ഇതിൻ്റെ ഇൻസ്റ്റാൾ ആക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യുന്നതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ലിങ്ക് വർക്ക് ആവുന്നൊന്നുമില്ല, അവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ടൈപ്പ് ചെയ്താണ് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നേരെ പോയാണ്ട് എപ്പോഴോ നേരെ പോയാണ്ട് നമുക്ക് ക്രോമ് പോയി പേസ്റ്റ് ചെയ്തെടുക്കാം. ഒത്താവട്ടെ ഇൻ്റർനെറ്റിനോട് കണക്ട് ഇൻ്റർനെറ്റ് കണക്ട് എടുക്കാം. ഇൻ്റർനെറ്റ് അതിൽ കണക്ട് ആയിരിക്കണം. ആ കണ്ണ് കൂട്ടിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ആക്കാൻ മതി. നമ്മുടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ആക്കണ്ട. നിങ്ങൾക്ക് സാസുക്കായാലും മോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. റൈറ്റ് ബട്ടൺ നോക്കിയിട്ട് സ്റ്റാർട്ട് ടു സാസുക്ക മോഡ് ക്ലിക്ക് ചെയ്യാം. അത് സ്റ്റാർട്ട് ആവണ വരെ വെയിറ്റ് ചെയ്യാം. സ്റ്റാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വേറെ ഫോട്ടോ ഓപ്പൺ ആക്കിയാണ് അതിൽ നമുക്ക് GTA San Andreas ഓപ്പൺ ആക്കിക്കണം. ഇതിൽ നമുക്ക് മറ്റേത് ഓപ്പൺ ആക്കിക്കാം.
ഫസ്റ്റ് നമുക്ക് ആനിമ നിലത്ത് അടുത്ത് നമുക്ക് കിട്ടും. അല്ല, ഞാൻ മറ്റേ ആദ്യത്തെ ഇതിൽ തീറ്റെടുക്കണം നല്ലത്. തീറ്റി തന്നെ ശരി ഓപ്പൺ ആക്കി കിട്ടിയതിൽ മറ്റേ പവർ ഓപ്പൺ ആക്കി നല്ലത്. നറുട്ടൻ്റെ ഇത് ഈ ഫയൽ നമുക്ക് നേരത്തെ കോപ്പി ചെയ്യാം. റൈറ്റ് ബട്ടൺ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തിട്ടാൽ ഫുള്ളാവുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഒരു 3-4 ചെയ്തിട്ടുണ്ട് ഡാറ്റ നിലവും ചെയ്തിരിക്കണം. ആ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുക്കാം. നമുക്ക് ഈ കാണുന്ന ഈ ഇതും ഈ ഡാറ്റാസും ഇതിലേക്ക് നമുക്ക് ചേർക്കണം. അപ്പോൾ ഫുള്ളാണ് വെയിറ്റ് ചെയ്യാം. അത് നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മളെടുത്ത് ഇതാണ് നമുക്ക് കൈക്ക് ആക്കി കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ആക്കി കൊടുക്കുക. അത് ഫുള്ളാണ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞു നമുക്ക് ഇതിൽ ഈ കാണുന്ന ഫോട്ടോ നമുക്ക് ഇമേജ് ടൂൾ വെച്ച് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് വേണ്ട ഇതിലോട്ട് പോയി കോപ്പി എടുക്കാം. ടിക്ക് മാർക്ക് അടുത്ത് നമുക്കിതും നമ്മൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരായിട്ട് ഇമേജ് ടൂൾ വെച്ച് ചെയ്യാനുള്ളതാണ്. നമ്മൾ ജി ടി ഇമേജ് ടൂൾ എടുക്കാൻ പോവാണ്. ഇമേജ് ടൂൾ നമുക്ക് എൻ്റെ നാറൂട്ടോയിൽ ഈ സാസുക്ക മോഡ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇമേജ് ടൂൾ 20 ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇമേജ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഇൻറ്റു മാർക്ക് ഒക്കെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഫയൽ ഓപ്പൺ അതിൽ ഇതൊക്കെ കളയുക. എന്നിട്ട് ദിസ് പീസിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ നിൽക്കുക. ഒരു ഏത് ഹാർഡ് ഡിസ്കിലാണ് നമ്മളെ CT സയൻസ് ഉള്ളത് അവിടെ പോയി നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിൽ മോഡ്സ് നിലയിൽ ക്ലിക്ക് ചെയ്യാം. മോഡൽസ് നില ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് GTA3 ഇമേജസ് നിലയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഈ ലോഡിങ് കഴിയും വരെ വെയിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൽ കമ്പൽസറി നിലയിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ ഈ സാസുക്ക മോഡ് നിലയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മോഡ്സ് നില ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മോഡ് നിലയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് ഇൻ GTA3 നില ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന എല്ലാതും നമുക്ക് ഇതിലോട്ട് ആക്കിക്കണം. അതിന് നമ്മൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ടോപ്പൺ കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ നമ്മൾ എല്ലാം ആക്കേണ്ടതാണ്. നമ്മൾ എല്ലാം ചെയ്തെടുക്കണം അങ്ങനെ. നമ്മൾ ആഡ് ചെയ്തിട്ട് അവസാന ഘട്ടത്തിന് നമുക്ക് ഇത് കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ വീഡിയോ ഇമേജസിന് ഒരു ഭാഗം കഴിയുന്നതാണ്. ഇതിൽ കമ്പൽസറി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് യെസ് എന്ന് കൊടുക്കുക. എന്നിട്ട് അത് ഈ ഫയൽ ലോഡ് ആവണ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ പ്രോസസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇനി നമുക്കും ഇമേജ് ടൂൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ടൂൾ ഇനി ഓപ്ഷൻ ഉണ്ട്. ഇനി ഫയൽ ഓപ്പൺ. ഇനി നമുക്ക് GTA ഇമേജ് 3 നിലയിൽ നമുക്ക് മറ്റേ ആദ്യത്തെ നമ്മൾ ഈ ഫയലാണ് നോക്കണം. ആദ്യം GTA സയൻസിൻ്റെ ഫയലിലാണ് നോക്കണം. നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി GTA3 ഇമേജസിനെ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ കൊടുക്കുക. ഇനി കമ്പൽസറി ക്ലിക്ക് ചെയ്യുക. ആഡ് കൊടുക്കുക. ഇതിൽ നമുക്ക് ഈ ഫോട്ടോ അല്ല നറൂട്ടോ മോഡ്സിലേക്ക് അതിൽ നമുക്ക് ഈ കാണുന്ന ഫോട്ടോ ആണ് നമുക്ക് ഇതിലോട്ട് ആക്കേണ്ടത്. ഈ കാണുന്ന 3 നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടതുണ്ട്. സ്റ്റാർട്ടാക്കിക്കൊണ്ട് ചെയ്യലും
നമ്മളിനി ഈ ആക്കലിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ട് നമുക്ക് ഒന്നുകൂടി ആക്കാൻ ഒപ്പം കൊടുത്ത് അതിന് കഴിയാനായിരിക്കണം. നമ്മളത് എണ്ണി വെക്കണം. ഇത്ര ആ ഫയലുണ്ടോ എന്നിൽ അതിന് ഇവിടെ ഈ കാണുന്ന ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യട്ടെ. ചെയ്ത ഫയൽ 27 ഫയലുണ്ട്. 27 ഉണ്ടോ നോക്കണം. ഇവിടെ നിന്നാണ് ചെയ്ത് നമ്മൾ 1 2 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 25 ഫയലുണ്ട്. നമുക്കിവിടെ കംപ്ലൈൻറ്റ് കൊടുക്കുക. എന്നിട്ട് ഇത് കൊടുക്കുക, ടേസ്റ്റിന് കൊടുക്കുക. അങ്ങനെ ഫുഡ് അപ്പോൾ പ്രോസസ്സിങ് അങ്ങനെ വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ പ്രോസസ്സിങ് 100% കഴിഞ്ഞ് നമുക്ക് അടുത്ത ഇതേമാതിരി ഒന്നുകൂടി ചെയ്യാം. നമുക്ക് ഈ മേസിലൂടെ വെച്ച് ചെയ്യുന്നത് ഒന്നുകൂടി ഉണ്ട്. നമുക്ക് അതും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇതേമാതിരി നേരത്തെ അതേമാതിരി ഓപ്പൺ ആക്കുക. ഒരു ഫയൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കിനി ഈ കിടക്കുന്ന ഫയൽ നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി ഫയൽ നേരത്തെ ചെയ്ത അതേ ഇതിലെ ഫയലാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. നമുക്ക് ഫസ്റ്റാണ് ചെയ്യേണ്ടത്. അത് വെച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇത് കമ്പൈലർ ആഡ് ഇതിൽ നമുക്ക് ചെറുങ്ങനെ മാറ്റേണ്ടത്. ഇതിൽ നമുക്ക് ഇതിൽ കയറിയിട്ട് ഫസ്റ്റ് ഇതാണ് നമുക്കിനി ചെയ്തെടുക്കേണ്ടത്. ഞാൻ വേഗം ചെയ്തിട്ട് സ്റ്റാർട്ടാക്കിയിരുന്നു. ഇതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയാണ് ഒരു കുറച്ചും കൂടി ഒന്നുകൂടി ഒളിഞ്ഞ് ഇത് അതിലെല്ലാം ഫയലുണ്ടോ നോക്കുന്നു. എണ്ണുണ്ട്. നേരത്തെ മറ്റേ ഫയലും എണ്ണ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അതിലെ എണ്ണ ഇട്ടിന് പിന്നെ കൊടുക്കാം. പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കണം. നമ്മളെ ഇമേജ് സ്റ്റോർ വെച്ചിൽ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിരിക്കണം. നമ്മൾ ഇതിന് ഈ ഫയൽസ് കാണുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് ഇതിന് ഗെയിം റെഡി ചെയ്യണമെന്ന് റണ്ണ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ GTA San Andreas ഓപ്പൺ ആക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ആയിട്ട് വരട്ടെ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ മോഡൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞു തരാം. ഇത് റൺ ചെയ്ത് കൊടുക്കണം. ഈ ആകുന്നു ഈ വീഡിയോസിനൊക്കെ നമുക്ക് ടെസ്റ്റ് ഒന്ന് നമ്മൾ ജസ്റ്റ് ഗെയിം തുറന്നു വരുമ്പോഴുള്ള ചെറിയ ചെറിയ വീഡിയോസിൻ്റെ ഭാഗങ്ങളാണ്. വീഡിയോ ഇപ്പം കഴിയും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വരും ഈ വീഡിയോ ഒന്ന് തുറന്ന് കിട്ടാൻ. നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എൻ്റർ ബട്ടൺ നിൽക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാൻ ഇവിടെ സ്കിപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതിന് വേണ്ടി സ്കിപ്പ് ചെയ്യുന്നില്ല. ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടോളി. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിനോട് അഭിപ്രായങ്ങൾ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം വെച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് ഏത് ഇതിൻ്റെ മോഡാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ മോഡൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കഴിയുന്ന മോഡാണ് ഞാൻ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ്. നമുക്കിനി ഇത് ഈ വീഡിയോ തീരാനായിക്കണം. San Andreasൻ്റെ ഇത് ഓപ്പൺ ആയി വന്നിട്ട് നമുക്ക് നേരെ നമുക്ക് ഗെയിം എന്താക്കാം. ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയ ചെറിയൊരു വീഡിയോ കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് കാണാം. നമ്മളെ വീഡിയോ തീരാനാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ പൈസ മോഷ്ടിച്ചെടുത്തുള്ള പോലീസുകാർ എന്തിനാണോ മോഷ്ടിച്ചെടുത്തുള്ള കഴിയില്ല. നമ്മളൊന്ന് മറ്റേ San Andreas ഓപ്പൺ ആക്കിയതാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന ഒരു എന്തൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ സ്കിപ്പ് ചെയ്യുന്ന ഡയറക്റ്റ് എത്ര ഭാഗത്താണ് ഈ പോലീസുകാർ നമ്മൾ കൊണ്ടുവരുന്നത്. പോലീസുകാർ നമ്മൾ എറിഞ്ഞിട്ട് പോയിട്ടുണ്ട്.
ഈ വീഡിയോ ഇപ്പോൾ കഴിഞ്ഞതാണ്. പോലീസുകാരൻ ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം സ്റ്റാർട്ടായി. നമ്മുടെ ആ ക്യാരക്ടറിനൊന്ന് ആ വഴിയിലൊന്ന് ആ ഗ്യാപ്പ് കൂടെ പോയിട്ടൊരു ആളൊന്ന് എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ അവനാണത് ആ ഇവിടെ നിന്നാണ്. നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞ് നമുക്ക് നറൂട്ടോയുടെ മോഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നടന്ന സൈക്കിളിലേക്കാണ് പോകുന്നത്. സൈക്കിളിൻ്റെ അടുത്തേക്ക് ഇവിടുത്തെ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആവുന്നത്. നമ്മുടെ സൈക്കിൾ എടുക്കണമെന്ന് ഡയറക്റ്റ് വഴി നറൂട്ടോയുടെ മോഡ് എങ്ങനെ സാസുക്കൻ്റെ മോഡ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമുക്കിനി ഇങ്ങനെ ഗെയിം ഓപ്പൺ ചെയ്തിട്ട് നറൂട്ടോ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നറൂട്ടോ അടിച്ചു കൊടുക്കുമ്പോൾ നറൂട്ടോനെ പുറത്തായിട്ട് സാസുക്ക നിൽക്കുന്നത് കാണാം. നമ്മൾ സാസുക്ക നമുക്കിനി സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ സ്പേസ് ബാർക്ക് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ നമ്മൾ ക്യാരക്ടർ സെലക്ട് ആവുന്നത്. ഇതിൻ്റെ ഇത്രയുള്ള ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പുതിയ മോഡ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.